അനഘ കേരളത്തിൽ നിന്ന് എവിടുന്നാ വരുന്നത്? ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. പാരന്റ്സ് ഒക്കെ എന്താ ചെയ്യുന്നത്? പാരന്റ്സ് അമ്മ ടീച്ചറാണ്, അച്ഛൻ ബിസിനസ്സാണ്. സോ ഇപ്പൊ ഫർഗാൻ എത്തിയിട്ട് എനിക്ക് തോന്നുന്നു ഇന്നിപ്പോ ഒരു 6 ദിവസം ആവുന്നു തോന്നുന്നില്ല. നിങ്ങൾ എത്തിയെന്നാണ് 26-ാം തീയതി. അതെ, 26-ാം തീയതി രാവിലെയാണ് എത്തിയത്. പിന്നെ ഏകദേശം ഒരു 6 ദിവസം ആവുന്നുണ്ട് ഫർഗാൻ എത്തിയതിനു ശേഷം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫർഗാൻ എന്ന് പറയുന്ന സിറ്റി അല്ലെങ്കിൽ ആ ഒരു ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന കൺട്രിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇവിടുത്തെ ആൾക്കാർ നല്ല ഫ്രണ്ട്ലി ആണോ? ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മളിപ്പോ പുറത്ത് കടകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര കാര്യമാണ് അവർക്ക്. സോ പിന്നെ നമുക്ക് എന്താണ് ഇപ്പോൾ നോർമലി നമ്മൾ എബ്രോഡ് പോകുന്ന സമയത്ത് ഉള്ളൊരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലിവിങ് കോസ്റ്റ് ഭയങ്കര ഒരു പ്രശ്നമാണ്. അതായത് നമ്മൾ നോർമലി അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കുന്നതിന്റെ കോസ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ള ടെൻഷനുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വന്നതിന് ശേഷം ലിവിങ് കോസ്റ്റ് എങ്ങനെയാണ്? അതായത് ഒരു നോർമലായിട്ട് സാധനങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് ലിവിങ് കോസ്റ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിം ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്? സെയിം ആണ്. ചില സാഹചര്യങ്ങളിൽ അതിൽ കുറവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് അതിലും കുറവാണ്. പിന്നെ ഇന്ത്യയോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. ഓക്കെ. പിന്നെ നിങ്ങളിപ്പോൾ കറന്റ് എന്താണ് നമ്മുടെ മെയിൻ ക്യാമ്പസ് നിങ്ങൾ ഓൾറെഡി വിസിറ്റ് ചെയ്തു. ഇത് 2ാമത്തെ ദിവസമാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ. ഈ ഒരു ക്യാമ്പസ് കാണുമ്പോൾ ഇപ്പോൾ ഞാൻ എന്താണ് വളരെ ആത്മാർത്ഥതയോടാണ് ചോദിക്കുന്നത്. ഇയാളുടെ ഒരു കൺസെപ്റ്റിൽ MBBS പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? എബ്രോഡ് വരാനായിട്ട് തീരുമാനിച്ചു. ഇയാളുടെ ഒരു കൺസെപ്റ്റിൽ ഇയാളുടെ ഒരു മനസ്സിലുണ്ടായിരുന്ന ഒരു ക്യാമ്പസുമായിട്ട് ഇത് സ്യൂട്ട് ആവുന്നുണ്ട്. മീൻസ് എനിക്കിവിടെ എന്താണ് ആവശ്യത്തിനുള്ള ഒരു ഫെസിലിറ്റി കിട്ടുമെന്നൊരു തോന്നുന്നുണ്ട്. ഉറപ്പായിട്ടും തോന്നുന്നുണ്ട്. ഓക്കെ. അതിന്റെ റീസൺ എന്താണ്? ഈ ഒരു ക്യാമ്പസ് കാണുമ്പോൾ എന്താണ് തോന്നുന്നൊരു അഭിപ്രായം എന്താണ്? ഭയങ്കര കാമായിട്ട് ഒരു കുട്ടിക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പസ്. ഓക്കെ. പിന്നെ വീട്ടുകാരായിട്ടൊക്കെ പിന്നെ സംസാരിച്ചു. വീട്ടുകാരായിട്ട് ക്യാമ്പസിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ക്യാമ്പസിന്റെ എക്സ്പീരിയൻസ് ഒക്കെ അവരായിട്ട് ഷെയർ ചെയ്ത സമയത്ത് പിന്നെ എങ്ങനെയുണ്ട്? അവർ സന്തോഷത്തിലാണോ? ഭയങ്കര സന്തോഷത്തിലാണ്. ക്യാമ്പസിന്റെ എക്സ്പീരിയൻസ് ആയിട്ടൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് അവർ ഭയങ്കര സന്തോഷത്തിലാണ്. ഓക്കെ മോളെ, താങ്ക് യു. എൻ്റെ ഇവിടെ ഉള്ളത് നമ്മുടെ ജോസഫ് ജേസൺ എന്ന് പറഞ്ഞ കുട്ടിയാണ്. ആളുടെ സ്ഥലം വരുന്നത് കണ്ണൂരാണ്. ജോസഫ് ജേസന്റെ ഫാദർ MBBS കഴിഞ്ഞ ആളാണ്. അതിനുശേഷം ഇപ്പോൾ കറന്റിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ ആസാമിലെ ജോർഹട്ട് മെഡിക്കൽ കോളേജിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ PG ചെയ്തിട്ടാണുള്ളത്. പുള്ളി ഭയങ്കര എന്താണ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ് കേട്ടോ. ഡോക്ടറായിട്ട് ഞാൻ ഒരുപാട് സമയം സംസാരിക്കാറുണ്ടായിരുന്നു. സാറായിട്ട് ഞാൻ ഇന്നലെ കൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ജെയ്സൺ ഇവിടെ വന്നതിന് ശേഷം എന്തായാലും സാറിന് ഇവിടെ വന്ന് കോളേജ് കാണാനായിട്ട് പറ്റിയിട്ടില്ല. സോ അവൻ ഇവിടെ വന്നതിന് ശേഷം എന്തായാലും കോളേജിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഒക്കെ എന്തായാലും അവൻ്റെ ഫാദറായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. ബിക്കോസ് അവൻ്റെ ഫാദർ ഇപ്പം എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ കോട്ടയിൽ PG ചെയ്യുന്ന ഒരാളാണ്. അപ്പം പുള്ളിക്ക് എന്തായാലും ഒരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ. അവൻ്റെ സാറിൻ്റെ മകൻ പഠിക്കുന്ന ഒരു കോളേജ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്തായാലും ഒരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പം നീ ഇപ്പോൾ പാരൻ്റായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് പപ്പയുടെ ഒരു അഭിപ്രായം എന്താണ്? ഇവിടെ വരുന്നതിന് മുമ്പ് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും കോളേജ് ഹോസ്റ്റലൊക്കെ എങ്ങനെയായിരിക്കും. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പം എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, ഓക്കെ ആയിരുന്നു. നമ്മുടെ ഒരു ക്യാമ്പസിന്റെ ഒരു ഫീൽ എങ്ങനെയുണ്ട്? മീൻസ് ഇപ്പോൾ നോർമലി എല്ലാവരുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്ന ക്യാമ്പസിന് ഒരു ക്യാമ്പസ് ഫീൽ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇവിടുത്തെ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കണ്ണൂരിലെ കേരളത്തിലെ ക്യാമ്പസ് നോക്കുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ പ്രകൃതിയായിട്ടാണ് നിൽക്കുന്ന ഒരു ക്യാമ്പസ് ആയിട്ട് തോന്നുന്നു.